ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. ഇന്ത്യയുടെ കാലാവസ്ഥാ ഉപഗ്രഹം ഇൻസാറ്റ് 3DS ISRO വിജയകരമായി വിക്ഷേപിച്ചു. വൈകിട്ട് 5:35 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് GSLV F-14 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന്റെ വകുപ്പുകളുടെ കൂട്ടായ പ്രയത്നത്തിലൂടെയാണ് ദൌത്യം വിജയകരമായതെന്ന് ISRO ചെയർമാൻ S. സോമനാഥ് പറഞ്ഞു. ജർമ്മനിയിൽ നടക്കുന്ന മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിന്റെ ഭാഗമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ്. ജയശങ്കർ വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ചർച്ച നടത്തി. ആഗോള പ്രാദേശിക വിഷയങ്ങളിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ഉഭയകക്ഷി സഹകരണത്തെ സംബന്ധിച്ചും അദ്ദേഹം ആശയവിനിമയം നടത്തി. തമിഴ്നാട് വിരുദ്നഗറിലെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 10 പേർ മരിച്ചു. 40ഓളം പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും സഹായം പ്രഖ്യാപിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 370 സീറ്റുകൾ നേടുമെന്ന് ഉറപ്പാക്കാൻ അടുത്ത 100 ദിവസം ആത്മാർപ്പണത്തോടെ പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു. BJPയുടെ 370 സീറ്റുകൾ ഉൾപ്പെടെ 400 സീറ്റുകൾ NDA നേടണമെന്ന ലക്ഷ്യം ശ്രീ മോദി മുന്നോട്ട് വെച്ചു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ദ്വിദിന BJP ദേശീയ സമ്മേളനത്തിൽ പാർട്ടി നേതാക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വയനാട്ടിലെ വന്യജീവി ആക്രമണത്തെ തുടർന്നുണ്ടായ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ വരുന്നത് കണ്ടെത്താൻ 250 പുതിയ ക്യാമറകൾ കൂടി സ്ഥാപിക്കും. വനം, പോലീസ്, റവന്യൂ തുടങ്ങിയ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കാനും യോഗത്തിൽ തീരുമാനമായി. സുസ്ഥിര തൃത്താല രാജ്യത്തിന് പുതിയ മാതൃക സൃഷ്ടിക്കുമെന്നും പദ്ധതിയുടെ നേട്ടങ്ങൾ ഏകോപിതമായ പ്രവർത്തനങ്ങളുടെ ഫലമാണെന്നും മന്ത്രി MB രാജേഷ്. സുസ്ഥിര തൃത്താല പദ്ധതിയുടെ പ്രവർത്തന രൂപരേഖ രൂപീകരണ ശില്പശാലയുടെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് മുഴുവൻ കുടുംബങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതി അടുത്ത 2 വർഷത്തിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പാലക്കാട് മാന്നന്നൂർ ഉരുക്ക് തടയണയുടെ പുനർനിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തച്ചനാട്ടുകര, അലനല്ലൂർ, കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തുകൾക്കായുള്ള 66 ലക്ഷം ലിറ്റർ ഭൂതല ജലസംഭരണിയുടെ നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. വൈദ്യുതി മേഖലയുടെ സമഗ്ര പുരോഗതിയാണ് ലക്ഷ്യമെന്നും ഇതിനായി സംസ്ഥാന സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും മന്ത്രി കെ. കൃഷ്ണൻകുട്ടി. പാലക്കാട് ചെർപ്പുളശ്ശേരി ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ സെക്ഷൻ ഓഫീസുകൾക്കായി KSEB പുതുതായി നിർമ്മിച്ച മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംയോജിത നദീതട മാനേജ്മെന്റ് പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന പമ്പ നദീതട പദ്ധതി പങ്കാളികൾക്കായുള്ള ശില്പശാല ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. നദികളെ സംരക്ഷിക്കാനും നദീതടങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളെ കൂടുതൽ പരിപാലിക്കാനും ലക്ഷ്യമിട്ടുള്ള ആക്ഷൻ പ്ലാനാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 40 പുതിയ ഹോമിയോ ഡിസ്പെൻസറികൾ ആരംഭിക്കുന്നതിന് ആരോഗ്യവകുപ്പ് അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചതായി മന്ത്രി വീണ ജോർജ്. പൊതുജനാരോഗ്യ മേഖല ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് എല്ലാ പഞ്ചായത്തുകളിലും ഹോമിയോ ഡിസ്പെൻസറികൾ ആരംഭിക്കുന്നത്. കേരളത്തെ ഭിന്നശേഷി സൌഹൃദ സംസ്ഥാനമാക്കി മാറ്റുമെന്ന് മന്ത്രി R. ബിന്ദു. കോഴിക്കോട് ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ബഡ്സ് സ്കൂൾ കെട്ടിടം തറക്കല്ലിടലും ഹോമിയോ ഡിസ്പെൻസറി കെട്ടിടം പ്രവൃത്തി ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റിൽ 3-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 322 റൺസ് ലീഡ്. 3-ാം ദിവസം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇംഗ്ലണ്ട് 319 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്താവുകയായിരുന്നു. 2-ാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ 2 വിക്കറ്റിന് 196 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്കു വേണ്ടി യശസ്വി ജയ്സ്വാൾ സെഞ്ചുറി നേടി. ലോക ടീം ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ചിലിയെ 3-0 ഇന്ത്യയുടെ ശരത് കമൽ തോൽപ്പിച്ചു. പുരുഷ വനിതാ വിഭാഗങ്ങളിലെ ക്വാർട്ടർ ഫൈനലിസ്റ്റുകൾ ഈ വർഷം പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിന് യോഗ്യത നേടും. കേന്ദ്ര വികസന ക്ഷേമ പദ്ധതികൾ സമൂഹത്തിലെത്തിക്കുന്നതിനായുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ 2ാം ഘട്ട പര്യടനം തുടരുന്നു. ഇന്ന് കോഴിക്കോട് ജില്ലയിലെ നടുവട്ടത്തും കല്ലുത്താം കടവിലും പര്യടനം നടന്നു. തിരുവനന്തപുരം ജില്ലയിലെ പര്യടനം കൊഞ്ചിറവിള, വാഴപ്പിള്ളി എന്നിവിടങ്ങളിലായിരുന്നു. തിരുവനന്തപുരത്ത് കണ്ണേറ്റുമുക്ക്, കുടപ്പനക്കുന്ന് എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച പര്യടനം നടക്കും. ആലപ്പുഴ ജില്ലയിലെ തണ്ണീർമുക്കം പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലും മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയതായി ജില്ലാ കളക്ടർ വി. വിഘ്നേശ്വരി അറിയിച്ചു. രോഗനിരീക്ഷണ മേഖലയിൽ പന്നികളെയും പന്നി മാംസ ഉൽപ്പന്നങ്ങളും കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും നിരോധിച്ചു.
സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇന്നും നാളെയും കണ്ണൂർ, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.